സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ പണം അതിന്റെ പിന്നാലെ പോയി തിരിച്ചുപിടിച്ച് കാക്കനാട് വാഴക്കാല സ്വദേശി MBDയുടെ വ്യാജ ചലാൻ ഉപയോഗിച്ച് UPയിലെ സൈബർ തട്ടിപ്പ് സംഘം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൈക്കലാക്കിയ 98,500 രൂപയാണ് അൻവർ NH തിരിച്ചു വാങ്ങിയത്. തട്ടിപ്പ് സംഘം പണം കൈമാറിയ ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് ബാങ്ക് ഇടപെട്ട് പണം വാങ്ങിക്കൊടുത്തത്. സൈബർ തട്ടിപ്പിനിരയായി പോലീസിൽ പരാതി നൽകി കാത്തിരിക്കാതെ അതിന് പിന്നാലെ പോയാണ് അൻവർ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിച്ചത്. ജസ്റ്റ് മെസ്സേജ് നോക്കിയാൽ എന്താണെന്നറിയാം. ആ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു. പണം 45,000 രൂപയും 3,500 രൂപയും 2 തവണയിട്ട് പോയതായിട്ട് നോക്കി നിമിഷം നമ്മുടെ പോയില്ലേ. പരിവാഹൻ സൈറ്റിന്റെ പേരിൽ നടന്നിട്ടുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ഒരു കേസ് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 200ഓളം കേസുകളുണ്ട്. അതിൽ ആദ്യ പരാതി വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. കാക്കനാട് വാഴക്കാല സ്വദേശി അൻവർ NH ആണ് ആ പരാതി നൽകിയത്. ആ പരാതിക്ക് ശേഷം അദ്ദേഹം വലിയൊരു ഫോളോ അപ്പ് തന്നെ നടത്തി. ഈ കേസിൽ ഇപ്പോൾ 2 പ്രതികളെ UPയിൽ നിന്ന് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടാൽ ആ പണം തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. അൻവർ NHന് അത്തരത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട 98,500 രൂപ തിരിച്ചു കിട്ടി. എങ്ങനെയാണ് അത് കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയും. പണം നഷ്ടപ്പെട്ട സമയത്ത് നമ്മളോട് പലരും പറഞ്ഞൊരു സംഭവമുണ്ട്, പോയത് പോയി എന്ന്. നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നേടാൻ തന്നെ തയ്യാറായി. റിസർവ് ബാങ്കിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. അയാളുടെ അല്ലാത്ത കുറ്റത്തിന് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാങ്ക് ലയബിളാണ് ആ പൈസ കൊടുക്കാനായിട്ട്. ബാങ്ക് ആ പണം തിരിച്ചു കൊടുത്തു കൊള്ളണം എന്ന് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്ലോസ് ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഈ MBDയുടെയും പോലീസിൻ്റെയൊക്കെ സൈറ്റ് വഴിയാണ് അതിൻ്റെ ലോഗോ അനുകരിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോലീസിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് നടപടി എടുക്കുന്നുണ്ട്? ഇത് നിങ്ങളുടെ ലോഗോ അനുകരിച്ചാണ് ചെയ്യുന്നത്. പാവപ്പെട്ടവൻ നിങ്ങളുടെ പോലീസിൻ്റെ ലോഗോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തുറന്നൊക്കെ പോകും. അത് ആരെയും കുറ്റം പെടുത്തില്ല. നിങ്ങൾ എന്ത് അവയർനെസ് നടത്തിയാലും ആളുകളെ അത് പെട്ടുപോകുന്നുണ്ട്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്ന് എനിക്കൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്ന് ഉത്തരവ് കിട്ടി. എൻ്റെ ഒരു തുക കണ്ടെത്തിയിരിക്കുന്നത് ഹരിയാനയിലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടാനുള്ള നടപടി, അത് ഫ്രീസ് ചെയ്തിട്ട് അക്കൗണ്ട് അത് തിരിച്ചിട്ടാനുള്ള നടപടി. അതിൻ്റെ ഉത്തരവാണ് ഈ കാണുന്നത്. അതിനുശേഷം ബാക്കിയുള്ള തുകയും കൂടി കിട്ടണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള തുകയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ബാങ്കിന് എഴുതിക്കൊണ്ടിരുന്നത് വെച്ച് അങ്ങനെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എൻ്റെ തുക പോയത് ഒരു ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിക്കാണ്. എൻ്റെ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്കിറ്റുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ നിങ്ങളുടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന പണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമാണ്. നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടി ഞാൻ സ്വീകരിക്കും. ഇതാണ് ഞാൻ ബ്ലിങ്കിറ്റിനോട് പറഞ്ഞ കാര്യം. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ അത് നല്ല രീതിയിൽ അവരുടെ ഹെഡ് ഓഫീസിൽ നല്ല രീതിയിൽ അവരുമായിട്ട് കഴിഞ്ഞത് അവരിൽ നിന്നാണ് ആ തുക മടക്കി വാങ്ങിച്ചിരിക്കുന്നത്. അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 98,500 എന്ന് കൃത്യമായിട്ട് എനിക്ക് പോയ തുക മുഴുവൻ ക്രെഡിറ്റ് ചെയ്ത് തന്നു. താങ്കളുടെ പണം പോയ വഴികൾ കണ്ടെത്തി അതിന് പിന്നാലെ പോയിട്ടാണ് ഈ പണം തിരികെ കിട്ടിയത്. അതെ തീർച്ചയായും. എന്തറിയാം, 3 തവണയായിട്ടാണ് പോയത്. ഒരു 50,000, ഒരു 45,000, ഒരു 3,500. ഇതിന് 3 UPID നമ്പർ നമുക്ക് കിട്ടി. അത് നോക്കുമ്പോഴാണ് 2 വലിയ തുക പോയിരിക്കുന്നത് ഒരു ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിക്കാണെന്നും മറ്റേത് പോയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണെന്നും നമുക്ക് ട്രേസ് ചെയ്യാൻ എളുപ്പമാണ്. പോലീസുകാർ അങ്ങനെ കണ്ടെത്തി തന്ന സമയത്ത് നമുക്ക് പിന്നെ ബാക്കിയുള്ളത് നടത്താൻ. നമ്മൾ ആ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം പോയാൽ നമുക്കത് ക്ലെയിം ചെയ്യാം. നമ്മളവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാൽ ആ പണം അവർക്ക് തിരിച്ച് തന്നേ പറ്റൂ. കട്ടുകൊണ്ടുപോയാലും അവർക്ക് തിരിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നടപടി. ഇത്തരത്തിൽ വലിയ ഓൺലൈൻ ഫ്രോഡുകളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് തൻ്റെ നഷ്ടപ്പെട്ട പണം തിരികെ കണ്ടെത്തിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ നഷ്ടപ്പെട്ട പണം തിരികെ എത്തുകയും ചെയ്തു. ക്യാമറമാൻ ജോയ് CR ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.